ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ വരാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അല്ലെ, തീവ്രമായ പ്രിപ്പറേഷൻ ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 150 ടോപ്പിക്സ് അതുപോലെ തന്നെ PYQ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ 150 ടോപ്പിക്സിന്റെ വീഡിയോ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള ക്ലാസിന്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചാനൽ കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പലർക്കും ലൈക്ക് ചെയ്യാൻ എന്തോ ഒരു മടി പോലെ എനിക്കങ്ങ് തോന്നി. അപ്പം കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. നിങ്ങൾക്ക് നഷ്ടമുള്ള കേസൊന്നുമല്ലോ, നിങ്ങൾ വെറുതെ കാണുന്ന ക്ലാസ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചുമ്മാ പറഞ്ഞാട്ടോ. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ 150 ടോപ്പിക്സിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊരു PSC എക്സാമിനേഷനും ഒരു മാർക്ക് നേടുന്ന ഒരു ഏരിയയാണ്. അതായത് നമുക്ക് നമ്മുടെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പുസ്തകങ്ങൾ, ചില കൃതികൾ ഒക്കെ രചിക്കപ്പെടുകയുണ്ടായി അല്ലെ, ചില നോവലുകൾ ഒക്കെ രചിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് PSC സ്ഥിരം ചോദിക്കുന്ന ചില കൃതികളുണ്ട്. അതിൻ്റെ കർത്താക്കൾ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് കൃതി കർത്താക്കൾ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ചില നോവൽ തന്നിട്ട് ചില പ്രത്യേക സംഭവത്തെ പ്രമേയമാക്കിയും ചില പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നോവലാണ്, ചിലത് ഏത് ഭാഷയിലാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് SCERT പുസ്തകത്തെ പൂർണ്ണമായിട്ടും ബേസ് ചെയ്തുള്ള ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്. അപ്പൊ അത് ഞാൻ SCERT പുസ്തകം വച്ച് തന്നെയാണ് നിങ്ങളിലേക്ക് ആ ക്ലാസ് പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് ആ ക്ലാസ് ഞാൻ എത്തിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനും കാണുക. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ഈ ഞാൻ യെല്ലോ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നോട്ട് ദ പോയിന്റ്. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെ. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. നിങ്ങൾക്കറിയാം മക്കളെ, ഇത് പല തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യനാ ചോദിച്ചത്? സന്യാസി കലാപത്തെ പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവല് രചിച്ചതാര് ചോദിച്ചിട്ടുണ്ട്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ. സന്യാസി കലാപത്തെ പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവല് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ആനന്ദമഠം. മസ്റ്റ് ആയിട്ടും പഠിക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആരുടെ കൃതിയിൽ നിന്നാണെന്ന് ചോദിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. 3 ക്വസ്റ്റ്യനാണ് ഇച്ചിരി വായിച്ചപ്പോ കിട്ടിയത് അല്ലെ. ഒന്ന്, സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചതാര്? വന്ദേ മാതരം ഏത് നോവലിൽ നിന്ന് എടുത്തതാണ്? ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു.
ഇത് മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധുമിത്ര രചിച്ച നോവൽ നീൽ ദർപ്പൺ. അടുത്ത രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം: ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദിനബന്ധുമിത്ര. അപ്പൊ പല രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ആനന്ദമഠം പഠിക്കണം. ദിനബന്ധുമിത്ര നീൽ ദർപ്പൺ മസ്റ്റായിട്ടും പഠിക്കണം. അപ്പൊ ഇതിനകത്തോടുകൂടി സന്യാസി കലാപത്തെ പ്രമേയമാക്കി അത് പഠിക്കണം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണം. ഇങ്ങനെ പല രീതിയിൽ ഇവിടുന്ന് പഠിക്കണം കേട്ടോ. സെന്റൻസ് കുറച്ചേ ഉള്ളെങ്കിലും പല രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടാം, പഠിക്കണം. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സുരേന്ദ്രനാഥ ബാനർജി. കണ്ടോ ക്വസ്റ്റ്യൻ കിട്ടുന്നത്? അടുത്തത്: സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉർദു കവിയായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. അടുത്ത ക്വസ്റ്റ്യൻ: സാരേ ജഹാം സേ അച്ഛ എന്ന കവിത രചിച്ചത് ആരാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്ന ഗാനം രചിച്ച ഉർദു കവി ആരാന്ന് ചോദിച്ചാല് മുഹമ്മദ് ഇഖ്ബാൽ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഹമ്മദ് ഇഖ്ബാൽ ഓർത്തു വെക്കുക. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെ കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഇനി അങ്ങനെയുള്ള കൃതികളും എഴുത്തുകാരും ഭാഷയുമാണ്. ഇതിൽ നിന്നും PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും പഠിച്ചു വെക്കണം കേട്ടോ. കൃതികള്: ഗോര, ഗീതാഞ്ജലി. ഇത് രണ്ടും രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ്. ഗോരയും ഗീതാഞ്ജലിയും. PSC ഗോരയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഗീതാഞ്ജലി പിന്നെ ഏത് പൊട്ടനോട് ചോദിച്ചാലും ആൻസർ അറിയാൻ എല്ലാവർക്കും അറിയാം അല്ലെ. ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച കൃതികളാണെന്ന് ഓർത്തു വെക്കുക. ഗോര, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച കൃതിയാണ്. അടുത്തത് സേവാസദൻ. PSC ചോദിച്ചിട്ടുണ്ടായിരുന്നെയാണ്. സേവാസദൻ പ്രേംചന്ദിന്റെയാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഈ 4 കൃതികളും പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ രചിച്ച കൃതികളാണെന്ന് പഠിക്കണം. അടുത്തത് പാഞ്ചാലി ശപഥം ചോദിച്ചിട്ടുണ്ട്. കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതികളാണ്. പാഞ്ചാലി ശപഥം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഹയാത്തി സാദി, ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാരി ഉറുദു ഭാഷയിൽ രചിച്ച കൃതികളാണ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. ഇനി ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചേക്കണം. അൽതാഫ് ഹുസൈൻ ഹാരി ഉറുദു ഭാഷയിൽ രചിച്ച കൃതികളാണ്. അടുത്തത് നിബന്ധമാല. നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലിങ്കർ ആണ് മറാത്തി ഭാഷയില്. ഓക്കെ, നിബന്ധമാല. ഇത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. നിബന്ധമാല. നിബന്ധമാല രചിച്ചത് ആരാണ്? നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലിങ്കർ മറാത്തി ഭാഷയിലാണെന്ന് ഓർത്തു വെക്കുക. അത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അടുത്തത് എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ രചിച്ച കൃതികളാണ്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചില്. അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം. PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള. SCRT ബേസ് ചെയ്തുള്ള ഈ ഒരു സെഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് PSC സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് നിബന്ധമാല. കണ്ടു കാണുമല്ലോ. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗോര PSC ഇതിനു മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. നീൽ ദർപ്പൺ ചോദിച്ചിട്ടുള്ളതാണ്. ആനന്ദമഠം ചോദിച്ചിട്ടുള്ളതാണ്. വന്ദേ മാതരം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കി ഏത് ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് 150 ടോപ്പിക്സിന്റെ ക്ലാസ് തരുന്നത്. അതുകൊണ്ട് 150 ടോപ്പിക്സിന്റെ എല്ലാ പാർട്ടും നമ്മളിപ്പോൾ ടോട്ടൽ ആയിട്ട് 13 പാർട്ടാണ് ഇതുവരെ, അതായത് 13 ടോപ്പിക്സ് ആണ്. 150 ടോപ്പിക്സിലാണ്, 150 ടോപ്പിക്സിൽ 13 ടോപ്പിക്സ് ആണ് ഇപ്പൊ കവർ ചെയ്തത്. 13 ടോപ്പിക്സും പഠിച്ചു എന്നുള്ളവര്, അതായത് ഇപ്പോഴത്തെ വേണ്ട 12ഉം പഠിച്ചു എന്നുള്ളവര് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കാണുമ്പോൾ ഒരു സന്തോഷം, അത്രയും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയുടെ ക്ലാസ്സിൽ കാണാം. ഒരു ക്ലാസ്സും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് പോകുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് കേട്ടോ. അപ്പം നല്ല റിസൾട്ട് കിട്ടുമോ 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്